ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഒരു കൺഫർമേഷൻ നടത്തിയിരുന്നു. അടുത്ത വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഡാനിലോയെ താൻ ഉൾപ്പെടുത്തി എന്ന കാര്യം കാർലോ ആഞ്ചലോട്ടി തുറന്നു പറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളും വ്യാഖ്യാനങ്ങളും ഇപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് സ്ഥിരമായി ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ള ഒരു താരമാണ് ഡാനിലോ. ഈ സീസണിൽ അഥവാ 2026 എന്ന കലണ്ടർ വർഷത്തിൽ ഫ്ലമംഗോക്ക് വേണ്ടി കേവലം 5 മത്സരങ്ങൾ മാത്രമാണ് ഡാനിലോ കളിച്ചിട്ടുള്ളത്. പരിക്ക് കാരണം ചില മത്സരങ്ങൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു താരമാണ് ഡാനിലോ. പക്ഷെ അദ്ദേഹത്തെ ഇതിനോടകം തന്നെ വേൾഡ് കപ്പ് ടീമിൽ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നെയ്മറുടെ കാര്യത്തിലുള്ള ആഞ്ചലോട്ടിയുടെ നിലപാട് വളരെ വ്യക്തമാണ്. 100% ഫിറ്റ്നസ് കൈവരിക്കാത്ത താരങ്ങളെ ബ്രസീലിയൻ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്നായിരുന്നു ആഞ്ചലോട്ടി ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ഇത് ഡാനിലോക്ക് ബാധകമല്ലേ എന്ന ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. കാരണം ഡാനിലോക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം 100% ഓക്കെ അല്ല. പരിക്ക് കാരണം പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഡാനിലോയെ ഉൾപ്പെടുത്തി? ഇവിടെ ഒരു ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നില്ല എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല മാധ്യമങ്ങളും പറയുന്നത് നെയ്മർ ജൂനിയറോട് കാർലോ ആഞ്ചലോട്ടിക്ക് ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ട് എന്നുള്ളതാണ്. ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല, നെയ്മറോട് ഒരു എതിർപ്പ് കാർലോ ആഞ്ചലോട്ടിക്കുണ്ട്. നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ശ്രദ്ധയും നെയ്മറിലേക്ക് മാറും. കാർലോ ആഞ്ചലോട്ടിക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല. അത്തരത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യം നെയ്മറോട് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് നെയ്മറെ മാറ്റി നിർത്തുന്നത്. അല്ലാതെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ മാത്രമല്ല, 100% ഫിറ്റ് അല്ലാത്ത ഡാനിലോയെ വരെ ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ തന്നെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന തരത്തിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും ലേഖനങ്ങളും ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നെയ്മറുമായി ബന്ധപ്പെട്ട ഫാൻ അക്കൗണ്ടുകൾ പങ്കുവെക്കുന്നുണ്ട്. നെയ്മറോട് കാർലോ ആഞ്ചലോട്ടിക്ക് കൃത്യമായ ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ട് എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത്. ഏതായാലും ഇത് കേവലം റൂമറുകൾ മാത്രമാണ്, ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സോഴ്സുകൾ ഒന്നുമില്ല. പക്ഷെ നെയ്മറോട് എന്തോ എതിർപ്പുള്ളത് പോലെയാണ് കാർലോ ആഞ്ചലോട്ടി പെരുമാറുന്നത് എന്നാണ് ഇപ്പോൾ നെയ്മറുമായി ബന്ധപ്പെട്ട സോഴ്സുകൾ എല്ലാവരും ആരോപിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.